സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയം എന്താണെന്ന് അറിയുമോ? മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ബീഹാറിൽ, ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ പീഡിപ്പിച്ചു. ആ സമയത്ത് അവിടെ ചെന്നത് രാഹുലാണ്. അവരെ ചേർത്ത് പിടിച്ചത് രാഹുലാണ്. നെഞ്ചിലെ കടുക്കി പിടിച്ച് അവന്റെ ഹൃദയ സ്പന്ദനം തൊട്ടറിഞ്ഞ് അവനോട് പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മൈനോറിറ്റിയാണ്, പക്ഷേ നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഈ രാജ്യത്തിന്റെ മക്കളാണ്, നിങ്ങൾക്കൊരു വേദനയുണ്ടാകാൻ എന്റെ കൂടെ വേദനയാണ്. അതൊരു കൃത്യതയല്ലേ? അതൊരു വ്യക്തതയല്ലേ? ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളെ അനാവശ്യമായി ചൊറിയാൻ, മറ്റൊരു സമുദായത്തിനും വേദനയില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ കാണിച്ച ചൊറിച്ചിലായിരുന്നു NRC, നിങ്ങൾ കാണിച്ച ചൊറിച്ചിലായിരുന്നു വഖഫ് ബില്ല്. ആ ബില്ല് വന്നപ്പോ ഞങ്ങൾക്ക് പാർലമെന്റിൽ ആരാ ഉള്ളത്? എത്ര പേർ? ഞങ്ങളുടെ ധീരന്മാരായ നേതാക്കന്മാരുണ്ട്. ET മുഹമ്മദ് ബഷീർ സാഹിബുണ്ട്, മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുന്ന സമദാനി സാഹിബുണ്ട്. ഞങ്ങൾക്ക് രാജ്യസഭയിൽ MP മാരുണ്ട്, അതുപോലെ ഖനിയുണ്ട്, എല്ലാവരും ഉണ്ട്. രാഹുൽ പറഞ്ഞത് ഇന്ത്യയുടെ പാർലമെന്റിലെ ഹിന്ദു സഹോദരന്മാർ, പാർലമെന്റിലെ MP മാർ പറഞ്ഞത്. എന്ത് ബഷീർ സാഹിബ് അവിടെ ഇരുന്നോ? നിങ്ങൾ അവിടെ ഇരുന്നോ? ആ മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ മതേതര സമൂഹം അവർക്ക് വേണ്ടി സംസാരിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിലെ വഖഫ് ബില്ലിലെ ഏറ്റവും മനോഹരമായ പ്രസംഗം ഒരു മുസ്ലിമിന്റെതല്ല. അറിയണം നിങ്ങൾ, ഒരു മുസ്ലിമിന്റെതല്ല, രണ്ട് മുസ്ലിമിന്റെതല്ല, പക്ഷേ 100 കണക്കിന് ദശക്കണക്കിന് വരുന്ന ഹിന്ദു സഹോദരന്മാരുടെ പ്രസംഗമാണ്. അതാണ് ഇന്ത്യ. ആ വ്യക്തതയ്ക്ക് നേതൃത്വം കൊടുത്തയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. രാഹുലിന്റെ വലിയ നേതാവ്, വലിയ മുത്തച്ഛൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട് കടപ്പുറത്ത് വന്ന് ലീഗിനെ ആക്ഷേപിച്ചു. അദ്ദേഹം ഒരു മാന്യനാണ്. പറയാവുന്ന പദപ്രയോഗത്തിലെ അങ്ങേ അറ്റം ഈ ലീഗ് ഉണ്ടല്ലോ, അവർ ചത്ത കുതിരയാണ്. അതിനേക്കാൾ മനോഹരമായി, സർഗാത്മകമായി, കാവ്യാത്മകമായി ഞങ്ങളുടെ അഭിവന്ദ്യനായ ചങ്കിലെ ചോര CH മുഹമ്മദ് കോയ സാഹിബ് മറുപടി പറഞ്ഞു, അല്ല പണ്ഡിറ്റ്ജി, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട്, ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോരാടിയിട്ടുണ്ട്, പക്ഷെ അത് ജനാധിപത്യപരമാണ്. ഞങ്ങളുടെ ഇസ്സത്തിനെ വിട്ടെറിഞ്ഞിട്ടല്ല ആ പോരാട്ടം നടന്നത്. ഞങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അതേ